ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് സ്റ്റാൻലീനെയാണ്. സ്റ്റാൻലീനെ ബാലേന്ദ്രൻ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നാളെ ഞാൻ അലീനനെയും കൂട്ടി വെച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരട്ടെ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിൽ വന്നോ, എനിക്കൊരു അസൗകര്യവും ഇല്ലയെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നമാവില്ലേന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം. അപ്പോൾ പിന്നെയും ബാലചന്ദ്രൻ പറയാണ്, അലീനയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവൾ വേണ്ടാന്നൊരു തോന്നലുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം, ഞാൻ അവളെ അപ്പോൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെൻ്റെ മോളല്ലേ ബാലേന്ദ്രൻ, ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി, നാളെ ഞാൻ അവളെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോൺ വയ്ക്കണം. അപ്പോൾ നമ്മുടെ മനു അലീനേനെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഇറങ്ങുന്നില്ലെന്ന്. മനു പറയുന്നുണ്ട്, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എന്തിനാ വരണത്? ഇല്ല, പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മനു ചോദിക്കും, ഇനി എന്താ പറയാനുള്ളത്? നിനക്ക് യാത്ര പറയണമായിരിക്കും അല്ലേ? അപ്പോൾ അലീന പറയും, എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ മനുവേട്ടൻ്റെ അടുത്തും പറയണ്ടേ? മനു പറയാണ്, വേണ്ട, എൻ്റെ അടുത്ത് പറയണ്ട, നീ യാത്ര പറയരുത് എൻ്റെ അടുത്ത്, എനിക്കത് പെയിനാണെന്നും. അപ്പോൾ അലീന പറയണ്ട, ഞാൻ ആരും ഉപേക്ഷിച്ച് പോലല്ലോ മനുവേട്ടാ, ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ അടുത്ത് നീ യാത്ര പറയണ്ട. അപ്പോൾ എന്താ നീ, നിനക്ക് വേറെ എന്താ പറയാനുള്ളത് ചോദിക്കും. അപ്പോൾ അലീന പറയും, പറയാതെ കേൾക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പറയും. അപ്പോൾ മനു ചോദിക്കും, ഞാനിപ്പോൾ അകത്ത് വന്ന് നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും വാങ്ങിച്ച് കുടിച്ച് അവരോടെല്ലാം തമാശ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരിക്കണം, അതല്ലേ? അപ്പോൾ അലീന പറയും, അവ പറയാതെ കേൾക്കാനും അറിയാം അല്ലേ? എന്നിട്ട് പിന്നെ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മനു അലീനയുടെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും, ഇതെന്താ? പറയുന്നുണ്ട്, ഇതുപോലെ നിൻ്റെ കൈയും പിടിച്ച് ഇങ്ങോട്ടൊരു ദിവസം വരണമെന്നുണ്ട്, അതിന് മുന്നോടിയായിട്ടുള്ള റിഹേഴ്സലാണിതെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവാണ്. നമ്മുടെ മനു അലീനയും കൂടി കയറി വരുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ചേച്ചി ശരണ്യയുടെ വീട്ടിൽ നിന്ന് പോയതല്ലേ, പിന്നെ എങ്ങനെ മനുവേട്ടനെ കിട്ടിയെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നേരെ കൊല്ലപ്പള്ളിക്ക് പോയി, അവിടെ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞു എന്നും. അപ്പോൾ അമ്മേനെ കണ്ട് യാത്ര പറഞ്ഞു ചോദിക്കുമ്പോൾ അമ്മേനെയും കണ്ട് യാത്ര പറഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയും. അപ്പോൾ കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എപ്പോഴാണ് വന്നേ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ പറയും. അപ്പോൾ അലീന, ഞാൻ ചായ ഇട്ടിട്ട് വരാം എല്ലാവർക്കും എന്ന് പറഞ്ഞ് അലീന അടുക്കളയ്ക്ക് പോകും. ആ സമയം ബാലേന്ദ്രൻ വരും. അപ്പോൾ നീയാണോ അലീനേനെ ഡ്രോപ്പ് ചെയ്ത് ചോദിക്കുമ്പോൾ, അച്ഛൻ പറഞ്ഞു അലീനേനെ കൊണ്ടാക്കി കൊടുക്കാം, അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ വന്നതാണ് പറയും. അവിടെ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവൂലേ അലീന പോവാന്ന് കേട്ടപ്പോൾ? മനു പറയുന്നുണ്ട്, എല്ലാവർക്കും ഇല്ല, ആകെ 2 പേർക്ക് മാത്രം. അപ്പം എന്താ അങ്കിളിൻ്റെ അടുത്ത പ്ലാനിങ് അലീന പോയി കഴിഞ്ഞാൽ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്ര നാൾ അലീനയുടെ മേൽക്കോയ്മയായിരുന്നല്ലോ, ഇനി ഞാനൊന്ന് ഭരിക്കട്ടെ, ഞാൻ ഇത്രയും നാൾ വിട്ടു കൊടുത്തിട്ടുള്ളൂ എൻ്റെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, അധികാരങ്ങൾ, ഇനി അതൊക്കെ എനിക്ക് വീണ്ടെടുക്കണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീരാനാ, എന്നിട്ട് അച്ഛൻ അമ്മയായിട്ട് യുദ്ധത്തിന് നിൽക്കുകയാണോ എന്നൊക്കെ. അച്ഛൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അലീന ചേച്ചി തൽക്കാലം പോട്ടെ, അമ്മ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ നമുക്ക് അലീന ചേച്ചിനെ തിരിച്ചു വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കൊന്നും അറിയില്ല, നീ പതിയൊക്കെ അറിയുള്ളൂ എന്ന്. ഈ സമയം നമ്മുടെ അലീന ചായയും കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും ചായ കുടിക്കാനിരിക്കുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്ന്. അപ്പം അലീന പറയുന്നുണ്ട്, എല്ലാം നടന്നു, ഞാൻ ശരണ്യനെയും കണ്ടു, കൊല്ലപ്പള്ളിയിലും പോയി എല്ലാവരോടും യാത്ര പറഞ്ഞു എന്ന്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിയിൽ ഇപ്പോൾ വെടിക്കെട്ടാഘോഷം നടക്കുന്നുണ്ടാവുന്നു. അപ്പോൾ മനു പറയാണ്, എൻ്റെ പൊന്നങ്ങളെ, അവിടെ ആകെ 2 പേർക്ക് അലീന പോകുന്നൊരു സന്തോഷമുള്ളൂ, ബാക്കി എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പോൾ അലീനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നാളെ മുതൽ നിൻ്റെ ജാതകം മാറാൻ പോവാണെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എൻ്റെ ജാതകം മാറി? എന്തൊക്കെയാ അച്ഛൻ പറയുന്നത്? എൻ്റെ ജാതകം എങ്ങോട്ട് മാറുന്നത്? ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ നല്ലൊരു സെറ്റപ്പിലേക്കാണ് ഇനി പോകാൻ പോകുന്നതെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഈ അത്ഭുത ദ്വീപിലെ അതിമനുഷ്യർ എന്ന് പറയുന്നത് പോലെയോ? അല്ല, അലീന കണ്ട അത്ഭുത ലോകം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ അച്ഛൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും എന്നെ ഏതോ വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നല്ല മനുഷ്യരുടെ ഇടയ്ക്കാണ് നീ പോകാൻ പോണത്, ഇനി മുതൽ നിൻ്റെ ജീവിതം നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്,
എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് ബാലേന്ദ്രൻ പറയാണ്. അത് കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന്. മനു അത് പറയുന്നുണ്ട്, ഈ അങ്കിള് ചുമ്മാ ഓരോന്ന് പറയുക, നിങ്ങളതൊന്നും കാര്യമാക്കണ്ടെന്ന്. പിന്നെ നമ്മുടെ ബബിത കുളി കഴിഞ്ഞ് വരികയാണ്. അപ്പം നമ്മുടെ വൈജയന്തിയുടെ കോള് വരുന്നുണ്ട്. വേണോ വേണ്ടേന്ന് വെച്ച് ബബിത എടുക്കുന്നുണ്ട്. എടുത്ത വശം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്തോരം നേരമായിട്ട് വിളിക്കുന്നു, നിനക്കൊന്ന് ഫോൺ എടുത്തുകൂടെ, എന്നെ ഇങ്ങോട്ടോ വിളിക്കുന്നില്ല, അങ്ങോട്ട് വിളിക്കുമ്പോഴേലും എടുത്തുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, ഞാൻ കുളിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ വൈകിയത് എന്നൊക്കെ. അപ്പോൾ നാട്ടുകാർ പറഞ്ഞിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ, നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്നില്ലാലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, അമ്മേനെ വിളിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വായിന്ന് വരുന്നത് ചീത്ത വർത്താനം, അത് കേൾക്കുന്നതിലും ഭേദം ഫോണിൽ വല്ല വീഡിയോ കണ്ടിരുന്നോടേന്ന്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ ചീത്ത, ബാക്കി എല്ലാവരും നല്ലവർ. അപ്പോൾ ബബിത പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മയുടെ വർത്താനം ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വർത്താനം മാത്രം മോശം, ബാക്കി നിൻ്റെ അച്ഛൻ്റെ വർത്താനം പ്രവൃത്തിയൊക്കെ നല്ലതാണല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ അവൾക്കും നിങ്ങളുടെ അച്ഛനും കൂട്ടു നിൽക്കണത്. അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യം. ബബിത പറയും, ഇതുകൊണ്ടാണ് അമ്മേനെ ഞങ്ങൾ ആരും വിളിക്കാത്തത്, എപ്പോൾ വിളിച്ചാലും അച്ഛൻ്റെ കുറ്റം പറയണം, അലീന ചേച്ചീനെയും കുറ്റം പറയണം, ഇത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളാരും വിളിക്കാത്തത്. അമ്മയ്ക്കും അതെ, കമലാൻ്റിക്കും അതെ, നിങ്ങൾക്ക് നിങ്ങൾ മാത്രം നല്ലതുള്ളൂ, ബാക്കി ആരും നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞങ്ങൾ പറയണത് ഇതുവരെ തെറ്റിയിട്ടുണ്ടോ, ഞങ്ങൾ പറയുന്നതൊക്കെ ശരിയായിട്ടല്ലേ ഉള്ളൂ, നിൻ്റെ അച്ഛൻ്റെ ഹൃദയം തകർന്നിട്ടുണ്ടാവില്ലേ അവൾ പോകുമ്പോൾ, അവൾ എവിടേക്കാണ് പോകുന്നത്, അതൊന്നും എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നശിച്ചവൾ പോയി കിട്ടിയാൽ മതി എന്നൊക്കെ. അപ്പോൾ ബബിത ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് അല്ലാണ്ട് ആർക്കും ഈ ലോകത്ത് ഒരാളുടെ സന്തോഷം കെടുത്താൻ പറ്റില്ല, എൻ്റെ അമ്മ ഒരാളുടെ സന്തോഷം കെടുത്തണമെങ്കിൽ എൻ്റെ അമ്മയുടെ വർത്താനം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ദേഷ്യം വന്ന് ഫോൺ വയ്ക്കുകയാണ്. വൈജയന്തി വിളിച്ചിട്ട് അതിൻ്റെ ദേഷ്യത്തിൽ ബബിത ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അലീന ചായയും കൊണ്ടുവരുന്നത്. അപ്പോൾ അലീന ചായ കൊടുക്കാൻ വിളിക്കുമ്പോൾ ബബിത ഇത്തിരി ദേഷ്യത്തിൽ ആണ് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അലീന അടുത്ത് ചെന്നിരുന്ന് ചായ കുടിച്ചെന്നൊക്കെ പറഞ്ഞ് ചായയെ കയ്യിൽ വെച്ച് കൊടുത്ത്, ആരാ എൻ്റെ കൊച്ചിനെ ദേഷ്യം പിടിപ്പിച്ച് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞതിനാണോ മോളിങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത്, അതിനെന്താ, അമ്മയുടെ വിഷമങ്ങളല്ലേ പറയുന്നുണ്ട്, അതിന് മുഖം കയറ്റി പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്കൊരു പരിധിയിലപ്പുറം ആരെന്ത് പറഞ്ഞാലും കേട്ടിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അലീന പറയും, നമ്മൾ അച്ഛനമ്മമാരോട് അവരെന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടരുത്, നമ്മൾ ആയുധം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളൂ, പക്ഷേ വാക്കുകൊണ്ട് നമ്മളവരെ മുറിവേൽപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അപ്പുറത്തുള്ളവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ അത് കാരണം അച്ഛനമ്മമാരെയൊന്നും അവരെന്ത് പറഞ്ഞാലും തിരിച്ച് പറയരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയും, എനിക്കെന്താണാവോ പെട്ടെന്ന് ദേഷ്യം വരിക, ഇനിയിപ്പോൾ ഞാൻ അഹങ്കാരി ആയതുകൊണ്ടാണോ കൃഷ്ണ പറഞ്ഞ പോലെ എന്ന്. അപ്പോൾ അലീന ചോദിക്കും, കൃഷ്ണ അങ്ങനെ പറഞ്ഞോ, എന്നാൽ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയാൻ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ രോഹിത്താണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്തിനാ കൃഷ്ണനെ വിളിക്കുന്നത്, കൃഷ്ണ അവിടെ ഡാൻസ് സ്കൂളിൽ ആരായിട്ട് ഉമ്മറത്ത് കത്തി അടിച്ചിരിക്കുന്നുണ്ട്, എന്താ കാര്യം ചോദിക്കും. അപ്പോൾ പറയും, കൃഷ്ണ പറഞ്ഞു ഉത്തര ബബിതയ്ക്ക് അഹങ്കാരമാണെന്ന്. അപ്പോൾ രോഹിത് പറയും, അതിപ്പോൾ അവളോട് ചോദിക്കുന്നു വേണ്ട, ഞാൻ പറയാം, ഇവളെപ്പോലൊരു അഹങ്കാരി ഈ പരിസരത്ത് എവിടെയില്ല, ഇവൾ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവളാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ ബബിത ചായയൊക്കെ അലീനയുടെ കയ്യിൽ കൊടുത്ത് രോഹിത്തിനിട്ട് ഓടിക്കുന്നുണ്ട്, തലോണയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട്. അലീന അത് കണ്ടു നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണ അലീനയുടെ ഡോറിൽ വന്ന് മുട്ടുകയാണ്. അപ്പോൾ അലീന വാതിൽ തുറക്കുന്നുണ്ട്. അലീന ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഉറക്കം വന്നില്ല ചേച്ചി നാളെ പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോകുകയെന്ന് പറഞ്ഞ ബന്ധങ്ങളൊക്കെ ഇട്ടെറിഞ്ഞ് പോവല്ലല്ലോ മോളെ, നമുക്ക് എന്നും വിളിക്കാം, ഇടയ്ക്ക് ഞാൻ വരാം നിങ്ങളെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചേച്ചി വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി പോയോണ്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുമോ, ചേച്ചി ഉള്ളത് കൊണ്ടാണ് അച്ഛനെ പൊതുങ്ങി നിൽക്കുന്നത്, അച്ഛൻ ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കുന്നു, അതിലപ്പുറമൊക്കെ സഹിച്ചിട്ടുണ്ട്, ഇനി അച്ഛനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല,
ചേച്ചിയുടെ മുന്നിൽ ചെറുതാകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ചേച്ചിയുടെ മനസ്സിൽ അച്ഛന് വലിയ സ്ഥാനമുണ്ടെന്നറിയാം. അപ്പോൾ ചെറുതാകണ്ട എന്ന് കരുതിയിട്ടാണ് അച്ഛൻ എല്ലാം സഹിച്ച് നിൽക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് നമുക്ക് നേരം വെളുക്കുന്ന വരെ സംസാരിച്ചുകൊണ്ട് കിടക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണനെ അലീന റൂമിൽ പിടിച്ചിരുത്തുന്നുണ്ട്.